പതിറ്റാണ്ടുകളായി യു.ഡി.എഫിന്റെ വോട്ട് ബാങ്കിന്റെ നട്ടെല്ലായിരുന്ന സാമുദായിക സംഘടനകൾ ഒന്നൊന്നായി ഇടതുപാളയത്തിലേക്ക് ചായുമ്പോൾ പ്രതിപക്ഷ നിരയിൽ ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുകയാണ്. ശബരിമലയും ഫലസ്തീനും ഐക്യദാർഢ്യവും പോലുള്ള വിഷയങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ച തന്ത്രപരമായ നിലപാടുകൾ NSSനെയും SNDPയെയും ഇടതുപക്ഷവുമായി അടുപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ യു.ഡി.എഫിന്റെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗവും സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു രാഷ്ട്രീയ ചുവടുമാറ്റമല്ല, മറിച്ച് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങളാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആദ്യം കൈപൊള്ളിയെങ്കിലും പിന്നീട് സർക്കാർ സ്വീകരിച്ച സമതുലിതമായ നിലപാടും NSSനോട് കാണിച്ച അനുനയ സമീപനവും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. സമദൂരം സിദ്ധാന്തത്തിൽ നിന്ന് പതിയെ ഇടതുപക്ഷത്തേക്ക് ഒരു ചായ്വ് എന്ന നിലയിലേക്ക് NSS നേതൃത്വം എത്തിയത് യു.ഡി.എഫിന് കിട്ടിയ ആദ്യത്തെ പ്രഹരമായിരുന്നു. പിന്നാലെ ഫലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം മലക്കം മറിഞ്ഞപ്പോൾ പിണറായി വിജയനും ഇടതുമുന്നണിയും ഫലസ്തീനു വേണ്ടി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനങ്ങളും മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ മതിപ്പുളവാക്കിയിരുന്നു. യു.ഡി.എഫിന്റെ രാഷ്ട്രീയത്തിലെ അവസാനത്തെ ആണിയടിക്കുന്ന നീക്കമാണ് ഇപ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ നേതാവ് റഹ്മത്തുള്ള സഖാവി എളമരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു NSS SNDP ഇടതുപക്ഷ കൂട്ടുകെട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമി യു.ഡി.എഫ് ബന്ധം പുറത്തു വന്നപ്പോൾ തന്നെ ഇത് പ്രതീക്ഷിച്ചതും മുഖ്യധാരാ മുസ്ലിം സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയതുമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ഒരു ഭരണം കേരളത്തിൽ വരാൻ അനുവദിക്കില്ല എന്ന വികാരം പല സമുദായ സംഘടനകൾക്കുള്ളിലും ശക്തമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതോടെയാണ് പലരും വിഷയത്തെ ഗൗരവത്തിലെടുത്തത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളും അതിനോടുള്ള ഇടതുപക്ഷത്തിന്റെ സമീപനവും സുകുമാരൻ നായരുടെ ചുവടുമാറ്റവുമെല്ലാം ഈ നീക്കത്തിന്റെ ഭാഗമാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ രൂക്ഷ വിമർശനം. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയെന്ന് സുന്നി വിഭാഗങ്ങൾ പരസ്യമായി ആരോപിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി യു.ഡി.എഫ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പുലർത്തുന്ന അവിശുദ്ധ ബന്ധമാണ് AP വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായി വേദി പങ്കിടരുത്, അവരുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കരുത് എന്ന് സുന്നി സംഘടനകൾ പലതവണ യു.ഡി.എഫിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തി വെൽഫെയർ പാർട്ടിയുമായി തിരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാൻ തയ്യാറായതോടെ സുന്നി വിഭാഗം തങ്ങളുടെ നിലപാട് കടുപ്പിച്ചു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായി ഞങ്ങൾക്ക് സഹകരിക്കാനാവില്ല. സംസ്ഥാനത്ത് സമാധാനവും മതേതരത്വവും ഉറപ്പാക്കുന്ന ഇടതുപക്ഷ സർക്കാരിനൊപ്പമാണ് ഞങ്ങൾ എന്ന് അവർ ഇതോടെ തുറന്നടിക്കുകയാണ്. സുന്നി വിഭാഗത്തിലെ ഭൂരിപക്ഷം വോട്ടുകളും ഇടതുപക്ഷത്തേക്ക് പോയാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാവി എന്താകും? യു.ഡി.എഫിന്റെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗിന്റെ അടിത്തറ തന്നെ സുന്നി വോട്ടുകളും മുജാഹിദ് വോട്ടുകളുമാണ്. ആ വോട്ടുകൾ കൂട്ടത്തോടെ നഷ്ടപ്പെട്ടാൽ യു.ഡി.എഫിൽ തുടർന്നിട്ട് എന്ത് കാര്യമെന്ന ചോദ്യം ലീഗിനുള്ളിൽ തന്നെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം സമുദായത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടാൽ ലീഗിന് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല. യു.ഡി.എഫിൽ നിന്ന് ലഭിക്കുന്ന ഏതാനും സീറ്റുകൾക്ക് വേണ്ടി സമുദായത്തെ പിണക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ലീഗിന്റെ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് CPM നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾക്ക് ഇപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യം ഏറുകയാണ്. മതേതര നിലപാടുള്ള ആർക്കും LDFിലേക്ക് വരാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ മുൻപ് പറഞ്ഞു വെച്ചതിന്റെ പൊരുൾ ഇപ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത്. തുടർച്ചയായി 3-ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന സൂചനകൾ ശക്തമാകുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് നശിക്കുന്നതിനേക്കാൾ നല്ലത് ഭരണത്തിന്റെ ഭാഗമാകുന്നതെന്ന് ലീഗിന്റെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2026 തിരഞ്ഞെടുപ്പിന് മുൻപ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തന്നെ ഈ മാറ്റത്തിന്റെ അലയൊലികൾ കണ്ടു തുടങ്ങും. ലീഗ് മുന്നണി വിടാൻ തീരുമാനിച്ചാൽ അത് യു.ഡി.എഫിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്കായിരിക്കും വഴിവെക്കുക. ഒരു വശത്ത് നായർ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടുന്നു, മറുവശത്ത് മുസ്ലിം വോട്ട് ബാങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിള്ളൽ വീഴുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസും യു.ഡി.എഫും. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് കുറച്ച് വോട്ടുകൾ നേടാൻ ശ്രമിച്ചത് അതിനേക്കാൾ വലിയ വോട്ട് ബാങ്കിനെ ശത്രുവാക്കി മാറ്റിയിരുന്നു. ഇടതുപക്ഷം ഓരോ കാര്യവും ശ്രദ്ധയോടെ നീക്കുമ്പോൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തിന് അടിതെറ്റുകയാണ്. സാമുദായിക സമവാക്യങ്ങൾ മാറി മറിയുമ്പോൾ പതിറ്റാണ്ടുകളായി കേരളം കണ്ടുവന്ന രാഷ്ട്രീയ ഭൂപടം തന്നെ അപ്രസക്തമായേക്കാം. ലീഗ് ഇടത്തോട്ട് ചാഞ്ചാടുമോ അതോ യു.ഡി.എഫിൽ തന്നെ തുടരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ അടുത്ത രാഷ്ട്രീയ ഭാവി. പക്ഷേ ഒന്നുറപ്പാണ്, ഈ കളിയിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനും യു.ഡി.എഫിനും തന്നെയായിരിക്കും.